നമസ്കാരം. CPIM എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ രാജ്യത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും മുതിർന്ന രണ്ട് നേതാക്കളിൽ രണ്ടാമൻ ഇന്നലെ അന്തരിച്ചു. MM ലോറൻസ് എന്ന എറണാകുളത്തിൻ്റെ സ്വന്തം നേതാവ് 96-ാമത്തെ വയസ്സിൽ ഇന്നലെ അന്തരിക്കുമ്പോൾ പഴയ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യവും പിടിവാശിയുമൊക്കെയുള്ള നേതാക്കളുടെ തലമുറ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. ഇനി ആ ശ്രേണിയിൽ അവശേഷിക്കുന്ന ഏക നേതാവ് തീരെ വയ്യാതെ ശയ്യാവലംബനായിരിക്കുന്ന VS അച്യുതാനന്ദൻ മാത്രമാണ്. MM ലോറൻസിന്റെ ജീവിതം പരിശോധിക്കുമ്പോൾ അതൊരു ട്രാജഡി മാത്രമായി മാറുന്നു. ഏതാണ്ട് നക്സലിസത്തോട് അടുത്ത് വരെ എത്തി കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ട് കമ്മ്യൂണിസത്തിന് വേണ്ടി ജീവിതം തുടങ്ങിയ ആളാണ്. 50കളിലെ ഇടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസിൽ 2.5 കൊല്ലമാണ് ജയിലിൽ കിടന്നത്. 65ലും 75ലും ജയിൽവാസം അനുഭവിച്ചു. എറണാകുളത്തെ തോട്ടിത്തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി മലിനജനത്തിലിറങ്ങി പണിയെടുത്ത് അവരുടെ അന്തസ് ഉയർത്തിയ നേതാവാണ്. തൊഴിലാളികളെ സംഘടിപ്പിക്കുന്ന കാര്യത്തിലായിരുന്നു MM ലോറൻസ് കേന്ദ്രീകരിച്ചത്. അങ്ങനെ CITU എന്ന പിൽക്കാലത്ത് കേരളം ഏറെ വെറുത്ത ഒരു പ്രസ്ഥാനത്തിന്റെ പ്രതീകമായി മാറി. ലോകം നന്നാക്കുന്നതിന് വേണ്ടി രംഗത്തിറങ്ങിയെങ്കിലും ജനവിരുദ്ധൻ എന്ന ചിത്രീകരിക്കപ്പെട്ടത് CITU അതിന്റെ സ്വഭാവം മാറി സംഘടിത തൊഴിലാളികളുടെ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി ഗുണ്ടകളെ പോലെ രംഗത്തിറങ്ങിയതുകൊണ്ടാണ്. CPMലെ CITU ലോബിയുടെ പ്രതിനിധിയായി കേന്ദ്ര കമ്മിറ്റി വരെ എത്തി. LDFന്റെ കൺവീനറായി. പക്ഷെ VS അച്യുതാനന്ദന്റെ പിടിവാശിക്ക് മുമ്പിൽ അതിശക്തമായ ഗ്രൂപ്പ് വൈരത്തിൽ കടപുഴകി വീണത് ഏരിയ കമ്മിറ്റിയിലേക്ക്. അന്ന് പിണറായിക്കൊപ്പം നിലയുറപ്പിച്ചെങ്കിലും തന്നേക്കാൾ മുതിർന്ന നേതാവ് തനിക്ക് അപകടമാണ് എന്ന് തിരിച്ചറിഞ്ഞ പിണറായി ഒരിക്കലും ലോറൻസിനെ സഹായിച്ചില്ല. അങ്ങനെ ഒരേ സമയം പാർട്ടിയുടെ രണ്ടു ധ്രുവങ്ങളുടെയും ശത്രുവായി, ഒന്നും എത്താതെ ഒറ്റപ്പെട്ടവനായി, എന്നാൽ പാർട്ടിക്കെതിരെ ഒരു ശബ്ദം പോലും ഉണ്ടാക്കാതെ നിശബ്ദനായി ജീവിതം തള്ളി നീക്കേണ്ടി വന്നു. യാദൃച്ഛികമായി ഒരിക്കൽ ഇടുക്കിയിൽ നിന്നും MP ആയതൊഴിച്ചാൽ ഒരു സ്ഥാനമാനങ്ങളും ലോറൻസിനെ തേടിയെത്തിയില്ല. ഇന്നലെ വന്ന വീണ ജോർജും പാർട്ടിയുമായി ഒരു ബന്ധവുമില്ലാത്ത അബ്ദുൾ റഹ്മാനുമൊക്കെ മന്ത്രിയായിരിക്കുന്ന കാലത്ത് പാർട്ടിയുടെ ഏറ്റവും സമുന്നത നേതാക്കളിൽ ഒരാളായി മാറിയിട്ടും ഒരു പദവിയും കിട്ടിയില്ല. കൊച്ചിയിലെ ആദ്യത്തെ മേയർ ആവേണ്ടതായിരുന്നു. CPMന് 2 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. എന്നാൽ അവസാന നിമിഷം ഒരാൾ കാലുവാരിയതോടെ നറുക്കെടുപ്പിൽ ലോറൻസിന് സ്ഥാനം നഷ്ടപ്പെട്ടു. അങ്ങനെ തികച്ചും രാഷ്ട്രീയം നഷ്ടമായിരുന്ന കരുത്തനായ എന്നാൽ പിടിവാശിക്കാരനായ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു ലോറൻസ്. ആ ലോറൻസ് ഇഹലോകവാസം വെടിയുമ്പോൾ മറ്റു പല വിവാദങ്ങളും നിലനിൽക്കുന്നത് കൊണ്ട് വേണ്ടത്ര വാർത്ത പോലുമില്ല. ലോറൻസിന്റെ ഭൗതിക ശരീരം പാർട്ടി മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് വിട്ടുകൊടുക്കുന്നു. മതവിശ്വാസമില്ലാത്ത, ദൈവവിശ്വാസമില്ലാത്ത ലോറൻസ് തന്റെ ജീവിത പ്രമാണത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നു എന്നാണ് ഔദ്യോഗികമായി പാർട്ടി പറയുന്നത്. എന്നാൽ ലോറൻസിന്റെ ഇളയമകൾ ആഷ ലോറൻസ് പറയുന്നു ഇതൊക്കെ കള്ളമാണ്. അപ്പന് ദൈവവിശ്വാസമുണ്ടായിരുന്നു. അപ്പനെ അന്ത്യകുദാശ നിഷേധിക്കപ്പെട്ടു. അപ്പന്റെ ചെവിയിൽ പ്രാർത്ഥന മക്കൾ ഓതിക്കൊടുത്തിട്ടുണ്ട്. അപ്പന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളുടെ എല്ലാ വിശദാംശങ്ങളും ലഭ്യമാണ്. ആരുടെയോ താല്പര്യത്തിന് വഴങ്ങി മരിച്ചതിന് ശേഷവും പാർട്ടി ലോറൻസിനെ ചതിക്കുകയാണ്. CPMന്റെ പിടിവാശിക്ക് മുമ്പിൽ അപ്പന്റെ അവസാന ആഗ്രഹങ്ങൾ പോലും ഇല്ലാതാകുന്നു. എവിടെയാണ് അപ്പൻ പറഞ്ഞിട്ടുള്ളത് തന്റെ ശരീരം മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് വിട്ടുകൊടുക്കണമെന്ന്? എവിടെയാണ് അപ്പൻ പറഞ്ഞിട്ടുള്ളത് തന്നെ പള്ളിയിൽ അടക്കരുതെന്ന്? എവിടെയാണ് അപ്പൻ പറഞ്ഞിട്ടുള്ളത് താൻ മതവിരോധിയാണെന്ന്? ഇതൊക്കെ CPMന്റെ ഗൂഢാലോചനയാണ്, ചതിയാണ്. അപ്പൻ മരിച്ചിട്ടും CPIM അപ്പനെ വേട്ടയാടുന്നു എന്ന് പറഞ്ഞ രംഗത്ത് വരികയാണ് MM ലോറൻസിന്റെ മകൾ ആഷ ലോറൻസ്. ആഷ ഇന്ന് രാവിലെ എന്നെ വിളിച്ചിരുന്നു. ആഷയ്ക്ക് പറയാനുള്ളത് ഒരു ശബ്ദരേഖയായി തരാൻ ഞാൻ പറഞ്ഞു. ആഷ എനിക്കിട്ട ഓഡിയോ ക്ലിപ്പ് കൂടി കേൾക്കുക. മരിച്ചിട്ടും MM ലോറൻസ് എന്ന മനുഷ്യനെ കമ്മ്യൂണിസ്റ്റ് ആദർശത്തിൽ മുറുകെ പിടിച്ചു എന്നതുകൊണ്ട് മാത്രം വേട്ടയാടുന്ന CPMന്റെ നീതി കഠോരമാണ്, കഠിനമാണ്, ഹീനമാണ് എന്നല്ലാതൊന്നും പറയാനില്ല. ആഷ പറയുന്നത് കേൾക്കുക. ഞാൻ ആഷ്യ ലോറൻസ് ആണ്, MM ലോറൻസിന്റെ മകള്. അപ്പൻ ഒരു കാലത്തും പറഞ്ഞിട്ടില്ല അപ്പന് മെഡിക്കൽ കോളേജിന് അവിടുത്തെ സ്റ്റുഡൻസിന് പഠിക്കാൻ കൊടുക്കണം എന്ന് എവിടെയും തമാശയ്ക്കും കാര്യമായിട്ടും പറഞ്ഞിട്ടില്ല. അപ്പന്റെ ഭാര്യ ദൈവവിശ്വാസിയായിരുന്നു. അപ്പൻ പരിഹസിക്കുമായിരുന്നു എന്നല്ലാണ്ട് ദൈവം ഇല്ല, യേശുക്രിസ്തുവിനെ ഇല്ല എന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. യേശു നല്ല കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടില്ല. അപ്പന്റെ അമ്മയുടെയും കല്യാണം
പള്ളിയിൽ വെച്ചായിരുന്നു. ഞങ്ങളുടെ 4 മക്കളുടെ കല്യാണം പള്ളിയിൽ വെച്ചായിരുന്നു. പേരക്കുട്ടികളുടെ മാമോദിസ, ഇതെല്ലാം ത്തിനും അപ്പച്ചനും സാക്ഷി തന്നെയാണ്. പിന്നെ അപ്പന്റെ പാർട്ടിയുടെ റെസ്ട്രിക്ഷൻ അനുസരിച്ചിട്ട് അത് അധികം അതിലോട്ടൊന്നും വന്നിട്ടില്ലെന്ന് മാത്രം. ദൈവവിശ്വാസി അല്ലായിരുന്നെങ്കിലും അപ്പൻ ഒരിക്കലും മെഡിക്കൽ കോളേജിന് അപ്പന്റെ ഡെഡ് ബോഡി കൊടുക്കാൻ പറഞ്ഞിട്ടില്ല. അപ്പനെ കൊടുക്കാൻ പറഞ്ഞിട്ടില്ല. മൂത്ത മകൻ ഒറ്റയ്ക്ക് എടുക്കേണ്ട തീരുമാനമായിരുന്നില്ല. ഒരു മര്യാദക്കേടാണ് അത് കാണിച്ചത്. അപ്പന്റെ 3 മക്കളില് ഏറ്റവും ഇളയ ആളാണ് ഞാൻ. മൂത്ത മകള് ബൈസ്റ്റായിട്ടൊരു തീരുമാനത്തിന്റെ കൂടെ നിൽക്കും. പക്ഷെ അയാളെ കഴിഞ്ഞ ദിവസം അപ്പനെ അവസാനമായിട്ട് കയറി കണ്ട് പ്രാർത്ഥിച്ച് വെള്ളം കൊടുത്തു. അപ്പന്റെ ഹാർട്ട് ബീറ്റ് ഉയർന്നു വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മിലനെ അയച്ച ചാറ്റും ഞാൻ അങ്ങോട്ട് അയച്ചു തരുന്നുണ്ട്. ഇത് പാർട്ടി ചെയ്ത അപ്പനോട് ചെയ്ത അവസാനത്തെ ചതിയാണ്. അപ്പൻ CC മെമ്പർ ആയിരുന്നപ്പോ ഭാരതത്തില് ഞാൻ ഒരിക്കൽ പറഞ്ഞു എന്റെ അപ്പനോട്, അപ്പന്റെ പാർട്ടി ഇവിടെ ഈ രാജ്യത്ത് താഴത്തെ ആയി പോകും. അപ്പൊ ചോദിച്ചു, നീ എന്താ അങ്ങനെ പറയണേന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത്രയും മതങ്ങളും ഭൂരിപക്ഷം ജനങ്ങളും വിശ്വാസികളായിട്ടുള്ള ഈ രാജ്യത്ത് ഈശ്വരവിശ്വാസത്തെയും മതങ്ങളെയും തള്ളി പറഞ്ഞുകൊണ്ട് ഒരു പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ എന്റെ അടുത്ത് പറഞ്ഞത്, നീ പറഞ്ഞത് ശരിയാണ്, ഞാനിത് CCയിൽ പറഞ്ഞു. CCയിൽ പറഞ്ഞപ്പോ ഞാൻ ഒറ്റപ്പെടുകയാണ് ചെയ്തതെന്ന് പറഞ്ഞു. ഡേറ്റും ഒന്നും എനിക്ക് ഓർമ്മയില്ല. അപ്പച്ചന്റെ മരിച്ചുപോയ മകൻ എബിയുടെ കല്യാണത്തിന്റെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒരു ഡിന്നറിന് പുറത്ത് പോയപ്പോ എല്ലാരും കൂടി ഉള്ളപ്പം ഞങ്ങളുടെ വീട്ടില് ഇങ്ങനെ അകൽച്ചയൊന്നും അത്രയ്ക്ക് വന്നിട്ടില്ല. അത്രയ്ക്കല്ല, അങ്ങനെ അകൽച്ചയൊന്നും ഇല്ലായിരുന്നു. എല്ലാരും തമാശയൊക്കെ പറഞ്ഞ് ഒരുമിച്ചിരുന്ന് വർത്താനം പറയാവുന്ന ഒരു സ്ഥിതിയിൽ അപ്പം പറഞ്ഞ കാര്യമാണ്. ഇതെല്ലാം പറയാൻ ഞാൻ മാത്രമേ ഉള്ളൂ. അവിടെയെല്ലാം ഞാൻ ഒറ്റപ്പെട്ടും അപമാനിക്കപ്പെട്ടും പോവുകയാണ്. ഇത് പാർട്ടി മൂത്ത മകൻ എന്ന് പറയുന്നത് പാർട്ടി മെമ്പറാണ്. അപ്പൊ പാർട്ടിയാണ് തീരുമാനം എടുത്തിരിക്കുന്നത്. ഇപ്പൊ മന്ത്രി രാജീവും എല്ലാവരും പറഞ്ഞു കുടുംബത്തിനോട് ആലോചിച്ച് കുടുംബത്തിന്റെ തീരുമാനമാണെന്ന്. അപ്പച്ചന്റെ കുടുംബത്തിന്റെ തീരുമാനം എന്ന് പറയാൻ പാർട്ടി അല്ല അത്. മൂത്ത മകൻ പാർട്ടി മെമ്പർ ആകുമ്പോ അയാള് സഖാവ് മാത്രമായി. അയാൾക്ക് ആരോടും നീതി പുലർത്തേണ്ട കാര്യമില്ല. സ്വന്തം മനസാക്ഷിനെ പോലും വഞ്ചിക്കാം ഒരു സഖാവ് എന്ന് പറയണത്. അങ്ങനെയാണല്ലോ കമ്മ്യൂണിസ്റ്റുകാരുടെ രീതി. എന്റെ അപ്പൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഷാജൻ സക്കറിയക്ക് അറിയാവുന്ന ബ്രിട്ടനിലുള്ള അജിത് പാലിയത്ത് എന്റെ കസിൻ ബ്രദറാണ്. അജിത് പാലിയത്തിനോട് ഞാൻ ആവശ്യപ്പെട്ടിട്ട് അപ്പനെ പോയി കണ്ടിരുന്നു. കഴിഞ്ഞ കൊല്ലമാണെന്ന് തോന്നുന്നു അദ്ദേഹം നാട്ടിൽ വന്നപ്പോ അജിത്ത് പോയി കണ്ടിരുന്നു. അപ്പന്റെ ബുക്ക് പുറത്തുനിന്ന് മേടിച്ച് അതും കൊണ്ടാണ് പോയത്. അതിലൊപ്പിട്ട് മേടിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പന്റെ സ്വന്തം കൈപ്പടയിലുള്ള എന്തെങ്കിലും സമ്മതപത്രം ഉണ്ടോന്ന് അന്വേഷിക്കണം. അപ്പനെ ഇങ്ങനെ മെഡിക്കൽ സ്റ്റുഡൻസിന് പഠിക്കാനായിട്ട് വിട്ടുകൊടുക്കുമ്പോ അപ്പന്റെ മെഡിക്കൽ സ്റ്റുഡൻസിന് പഠിക്കാൻ പോണ വിട്ടുകൊടുക്കുന്ന ഈ ദേഹങ്ങൾക്കൊക്കെ എത്രത്തോളം അപമാനിക്കപ്പെടുന്നുണ്ടെന്ന് അതിനുശേഷം പഠിത്തം കഴിഞ്ഞ ഇവരെല്ലാരും എവിടെയോ വലിച്ചെറിയുവാണ്. അങ്ങനെ പോകേണ്ട ഒരാളല്ലായിരുന്നു എന്റെ അപ്പൻ. ചെയ്ത ചതിയാണ് ഈ ചെയ്യാൻ പോകുന്നത്. നാളെ ചതി എന്ന് പറഞ്ഞാൽ ക്രൂരത. CPMന്റെ ഇപ്പോഴത്തെ CPKMന്റെ ക്രൂരതയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പനോടും അപ്പന്റെ കുടുംബത്തോടും. അവിടെ മൂത്ത മകൻ സഖാവ് അതിന് കൂട്ടുനിൽക്കുവാണ്. ML സജീവ് എന്ന് പറയണ മൂത്ത മകൻ. ഞാൻ ഒരിക്കൽ അപ്പൻ ചേച്ചിയുടെ വീട്ടില് സുജയുടെ വീട്ടിലായിരുന്നപ്പോ അപ്പന് ഒരു പ്രായം കഴിഞ്ഞു, കിടപ്പായി കഴിഞ്ഞതിന് ശേഷം ഭയമൊക്കെ വരുമല്ലോ. മനുഷ്യന്റെ ഓരോ അവസ്ഥയിലും ഭയങ്ങളൊക്കെ വരുമല്ലോ. കൊച്ചുകുട്ടികളെ പോലെ ആവുമല്ലോ. അപ്പൊ അമ്മ 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 എന്ന് വിളിക്കാൻ തുടങ്ങി. ഞാനത് പോസ്റ്റ് ഇട്ടിരുന്നു. അമ്മ എന്ന് പറയുന്ന ദൈവം തന്നെയാണ് എന്നും പറഞ്ഞിട്ട്. മറുനാടനില് അത് MM ലോറൻസും ദൈവവിശ്വാസിയായിരുന്ന തംബ്ലൈനില് താങ്കൾ അത് വാർത്ത ചെയ്തിരുന്നു. ആ ആഴ്ച തന്നെ സുജയുടെ വീട്ടിൽ നിന്ന് ഈ മകൻ സജി അപ്പനെ അയാളുടെ വീട്ടിലോട്ട് മാറ്റി. അതിനുശേഷം പിന്നെ അവരുടെ കസ്റ്റഡിയിലാണ്. എന്നുവെച്ചാൽ ലോറൻസ് സഖാവ് ഈശ്വരവിശ്വാസി. എന്നിട്ട് അപ്പനും ഈ താങ്കളുടെ വോയിസില് ആ വാർത്ത വന്നതിന് ശേഷം സുജ പിറ്റേന്ന് എന്നെ വിളിച്ചിട്ട് എന്നെ അതിരാവിലെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ അപ്പൻ ഈശ്വരവിശ്വാസി ആയിട്ടുണ്ട് എന്ന്. ഞാൻ പറഞ്ഞു, ഞാനും എഴുതിയിട്ടില്ലല്ലോ ഈശ്വരവിശ്വാസിയായിന്ന്. അമ്മ അമ്മ എന്ന് വിളിക്കുന്നുണ്ട്. അമ്മ എന്നുള്ള വിളി തന്നെ അത് ദൈവമാണ്. അമ്മ ദൈവം തന്നെയാണ്, ദൈവം അമ്മയാണ്, അത്രേ ഞാനും എഴുതിയിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോ ഒന്നും സംസാരിച്ചില്ല. അതിനുശേഷം അവിടെയായിരുന്നു. പിന്നെ അപ്പനെ ബെഡ്രുഡൻ ആയി കഴിഞ്ഞതിന് ശേഷം പരിചരിച്ചിരുന്ന ഒരു ജോസ്, അയാൾ ആദ്യകാലത്തൊക്കെ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു, ദൈവവിശ്വാസം ഇല്ലായിരുന്നു. പക്ഷെ പിന്നീട് അയാളുടെ ജീവിതം തിരിച്ചറിവിന്റെ പാതയിലോട്ട് വന്നു. അയാൾ അന്നും അപ്പനെ ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ബൈബിള് വായിച്ചു കൊടുത്ത് കൊണ്ടെത്തിച്ച് ക്രിസ്ത്യൻ രീതിയിൽ കൈമുത്തി ചുംബനം കൊടുക്കുമായിരുന്നു.
അപ്പൻ അത് എതിർത്തിട്ടില്ല ഒരു ദിവസം പോലും. അപ്പൻ പറഞ്ഞു എനിക്കിതിൽ താല്പര്യമൊന്നുമില്ല, നിന്റെ ഇഷ്ടം നീ ചെയ്തോളൂ എന്നാണ് ജോസിനോട് പറഞ്ഞതെന്ന് ജോസ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതേ സമയത്ത് സുജ ഡെയിലി ദുബായിൽ നിന്ന് വിളിച്ചിട്ട് ബൈബിൾ വചനങ്ങൾ അപ്പന്റെ ചെവിയിൽ കേൾപ്പിച്ചു കൊടുക്കുമായിരുന്നു. ഈ കഴിഞ്ഞ ദിവസവും സുജ പച്ചവെള്ളം ഒരു ഡ്രോപ്പ് എടുത്ത് അപ്പന് പ്രാർത്ഥിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പനെ ഒരു പള്ളിയിലായിരുന്നു അപ്പൻ യാത്ര അയക്കേണ്ടത്. അപ്പന്റെ അപ്പൻ ഇതിനേക്കാളും വലിയ നിരീശ്വര വിശ്വാസിയായിരുന്നു. അദ്ദേഹത്തെ അടക്കിയതും ക്രിസ്ത്യൻ പള്ളിയിൽ തന്നെയാണ്. അമ്മ അടക്കിയതും അബിയെ അടക്കിയതും അങ്ങനെ തന്നെയാണ്. അപ്പൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല അപ്പനെ പള്ളിയിൽ കൊണ്ടുപോകരുതെന്നും അപ്പനെ ഒരു സ്റ്റഡി മെറ്റീരിയൽ ആക്കണമെന്നും അപ്പൻ എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പന്റെ കണ്ണ് ദാനം ചെയ്യാനോ ഒന്നിനും അപ്പൻ എങ്ങായിരുന്ന സമയത്തും അങ്ങനത്തെ ഒരു സംസാരം ഉണ്ടായിട്ടില്ല. ഞങ്ങളോട് ആരോടും അങ്ങനത്തെ ഒരു വലിയൊരു മഹത്തായ കാര്യമാണ് നിങ്ങൾ ഇത് ചെയ്യണം എന്നൊന്നും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. പിന്നെ ഇത് ആരെടുത്ത തീരുമാനം? കുടുംബത്തിന്റെ ആഗ്രഹപ്രകാരം എന്ന് പറയാൻ കുടുംബത്തിന് ഞങ്ങളും ഇല്ലേ? സഖാവായ ഒരു മകൻ മാത്രമേ കുടുംബം എന്ന് പറയണതുള്ളോ? ഇവിടെ ഞാൻ അപമാനിക്കപ്പെടാനോ ഒറ്റപ്പെടാനോ ആണ് പോകുന്നത്. പക്ഷെ ജനങ്ങൾ അറിഞ്ഞിരിക്കുക കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കമ്മ്യൂണിസത്തിന്റെ ചതി